എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണ മൈൻഡ് പാത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മെയ് 1 വരുന്ന അതിശക്തമായൊരു പൂർണ്ണചന്ദ്രനെ കുറിച്ചും ആ ദിവസം എങ്ങനെ മാനിഫെസ്റ്റേഷൻ നടത്താമെന്നതിനെ കുറിച്ചുമാണ്. ഇതിനെ നമ്മൾ ഫ്ലവർ മൂൺ എന്ന് വിളിക്കുന്നു. പ്രകൃതിയിൽ പൂക്കൾ വിരിയുന്ന സമൃദ്ധിയുടെയും വളർച്ചയുടെയും സമയമാണിത്. പലരും പറയാറുള്ളത് ഇത് വെറും ഒരു ജ്യോതിഷം മാത്രമാണെന്നാണ്. എന്നാൽ ഒരു മൈൻഡ് കോച്ച് എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ പ്രകൃതി നൽകുന്ന ഏറ്റവും വലിയ അവസരമാണിത്. കടലിലെ വേലിയേറ്റവും വേലിയിറക്കവും നിയന്ത്രിക്കുന്ന ചന്ദ്രന് 70% വെള്ളമടങ്ങിയ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും സ്വാധീനിക്കാൻ കഴിയില്ലേ? തീർച്ചയായും കഴിയും. ഈ ഊർജത്തിനെ നമുക്ക് എങ്ങനെ അനുകൂലമായി മാറ്റാമെന്ന് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. വസന്തകാലത്തിന്റെ ഉച്ചസ്ഥായിയിൽ പ്രകൃതി അതിന്റെ എല്ലാ സൗന്ദര്യത്തോടും കൂടി വിരിയുന്ന സമയമാണ് ഫ്ലവർ മൂൺ. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ഇതുവരെ മനസ്സിൽ കൊണ്ടുനടന്ന വിത്തുകൾ, അതായത് നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവിടേണ്ട സമയമാണിത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കഠിനാധ്വാനം ചെയ്ത കാര്യങ്ങളുടെ ഫലം കാണാൻ തുടങ്ങുന്ന സമയമാണിത്. നിങ്ങളുടെ കരിയർ മാറ്റമാകാം, പുതിയൊരു ഭാഷ പഠിക്കുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വരുത്താൻ ആഗ്രഹിച്ച മാറ്റമാകാം. ഈ പൂർണ്ണചന്ദ്രൻ ആ വിത്തുകൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നു. നിങ്ങളുടെ ഉള്ളിലെ കഴിവിനെ പുറത്തെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഇനി മാനിഫെസ്റ്റേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. മാനിഫെസ്റ്റേഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിട്ടൊഴിയലാണ്, അഥവാ റിലീസിംഗ് പ്രക്രിയ. ഒരു ഗ്ലാസ് നിറയെ വെള്ളമുണ്ടെങ്കിൽ അതിലേക്ക് പുതിയ വെള്ളം ഒഴിക്കാൻ കഴിയില്ല. അതുപോലെ നിങ്ങളുടെ മനസ്സിൽ പഴയ സങ്കടങ്ങളും പേടിയും ഉണ്ടെങ്കിൽ പുതിയ പോസിറ്റീവ് എനർജിക്ക് അവിടെ സ്ഥാനമില്ല. ഈ നെഗറ്റീവ് എനർജീനെ അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടത്തിനെ എങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കാം. മെയ് 1 രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പേപ്പർ എടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ട 3 കാര്യങ്ങൾ അതിലെഴുതുക. ഉദാഹരണത്തിന്, എൻ്റെ മടി, എൻ്റെ ആത്മവിശ്വാസമില്ലായ്മ, അല്ലെങ്കിൽ പഴയൊരു വേദനിക്കുന്ന ഓർമ്മ, എന്തുമാകട്ടെ അത് ആ പേപ്പറിൽ എഴുതുക. എന്നിട്ട് പൂർണ്ണചന്ദ്രനെ സാക്ഷിയാക്കി പറയുക, ഇനി എനിക്ക് നിങ്ങളെ ആവശ്യമില്ല, ഞാൻ നിങ്ങളെ റിലീസ് ചെയ്യുന്നു. ആ പേപ്പർ സുരക്ഷിതമായി കത്തിച്ചു കളയുകയോ അല്ലെങ്കിൽ കീറിക്കളയുകയോ ചെയ്യാം. കത്തിച്ചു കളയുന്നതാണ് കൂടുതൽ ഉത്തമം. ഇങ്ങനെ എഴുതിയതിനു ശേഷം 9 തവണ ഇത് പൂർണ്ണമായും എന്നിൽ നിന്ന് ഒഴിഞ്ഞുപോയെന്ന് പറയുക. ഇത്രയും ചെയ്തു കഴിയുമ്പോൾ ആദ്യ ഘട്ടം പൂർത്തിയായി. ഇനി മാനിഫെസ്റ്റേഷന്റെ 2ാം ഘട്ടമാണ്. ശാന്തമായി ഒരിടത്തിരുന്ന് കണ്ണുകളടച്ച് 10 തവണ ആഴത്തിൽ ശ്വാസമെടുക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് സങ്കല്പിക്കുക. അതിന്റെ വികാരം പൂർണ്ണമായും അനുഭവിക്കുക. ആ കാര്യം നേടിയെടുത്തതിന് ശേഷം നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷമായിരിക്കണം നിങ്ങൾ അനുഭവിക്കേണ്ടത്. സന്തോഷം കൊണ്ട് നിങ്ങളുടെ കണ്ണു നിറയുന്നതും ശരീരം വിറയ്ക്കുന്നതും അനുഭവിക്കണം. വികാരങ്ങൾ ചേരുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. ഇത്രയും ചെയ്തതിനു ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. അതാണ് മൂൺ വാട്ടർ ചാർജിങ്. അതിനായി ഒരു ഗ്ലാസ് കുപ്പിയിലോ പാത്രത്തിലോ ശുദ്ധമായ വെള്ളം എടുക്കുക. അത് പൂർണ്ണചന്ദ്രന്റെ പ്രകാശം നേരിട്ട് വീഴുന്നിടത്ത് വയ്ക്കണം. പിറ്റേന്ന് രാവിലെ ആ വെള്ളം വേണം ആദ്യം കുടിക്കാൻ. അങ്ങനെ ആ വെള്ളം കുടിക്കുമ്പോൾ ചന്ദ്രന്റെ ശാന്തതയും പ്രകാശവും എനർജിയും നിങ്ങളുടെ ഓരോ കോശത്തിലേക്കും പടരുന്നതായി സങ്കല്പിക്കുക. നിങ്ങൾ ചെടികളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ചെടികൾക്കും ഈ വെള്ളം നൽകാം. നമ്മുടെ വിചാരങ്ങൾ വെള്ളത്തിന്റെ തന്മാത്രകളെ മാറ്റുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടെ ഇത് ചെയ്യുക. മാനിഫെസ്റ്റേഷൻ താക്കോൽ എന്നത് നന്ദി പറയുക എന്നതാണ്. നമ്മൾ ഇപ്പോൾ ഇല്ലാത്ത കാര്യത്തിനു വേണ്ടി പരാതിപ്പെടുന്നതിന് പകരം ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുക. താങ്ക് യു യൂണിവേഴ്സ് എന്ന് 11 തവണ ആവർത്തിക്കുക. ഇത്രയും കഴിയുന്നതോടെ മാനിഫെസ്റ്റേഷന്റെ സ്റ്റെപ്പുകൾ പൂർണ്ണമായി. ഇനി ശാന്തമായി നിങ്ങൾക്കുറങ്ങാം. നിങ്ങൾക്ക് കുറച്ചധികം സമയം കൂടി ചിലവഴിക്കാൻ കഴിയുന്നവരാണെങ്കിൽ
ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റും കൂടി ഈ പൂർണ്ണചന്ദ്ര ദിനത്തിൽ തയ്യാറാക്കുക. നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖല, നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവ്, നിങ്ങളെ സ്നേഹിക്കുന്ന കുടുംബം, ഇതിനെല്ലാം പ്രപഞ്ചത്തിനോട് നന്ദി പറയുക. നിങ്ങൾ എത്രത്തോളം നന്ദിയുള്ളവരാകുന്നോ അത്രത്തോളം അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഇതിലൂടെ നിങ്ങളുടെ ഫ്രീക്വൻസി ഉയർത്താനും കഴിയും. മെയ് 1 എന്നത് വെറും ഒരു ദിവസമല്ല, അതൊരു പുതിയ തുടക്കമാണ്. നിങ്ങളുടെ ഉള്ളിലെ പൂക്കൾ വിരിയാൻ കാത്തിരിക്കുകയാണ്. ഈ പറയുന്ന കാര്യങ്ങൾ ഒരു ചടങ്ങായി മാത്രം ചെയ്യാതെ പൂർണ്ണമായ ഹൃദയത്തോടെ ചെയ്യുക. നിങ്ങൾ എന്ത് കാര്യമാണ് ഈ പൂർണ്ണചന്ദ്ര ദിനത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് കമന്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പ്രപഞ്ചത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ. നന്ദി.